ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ദർസ് ഹിജ്റ. ആധുനിക കാലത്ത് കേരളം പോലുള്ള അമുസ്ലിം പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിം നാടുകളിലേക്കുള്ള പലായനം. ഹിജ്റ എന്നത് ഇസ്ലാമിൽ ഒരു മഹത്തായ ആരാധനയാണ്. എന്നാൽ അതിൻ്റെ വിധി സാഹചര്യങ്ങൾ അനുസരിച്ച് മാറും. ബാറക്കല്ലാഹു ഫീക്കും. ലാ ഹിജ്റത്ത ബഅദൽ ഫത്ഹി. ഫത്ഹിന് ശേഷം ഹിജ്റ ഇല്ല. ഫത്ത് കൊണ്ട് ഉദ്ദേശം മക്കം ഫത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ത് ചെയ്ത അതിനാണ് ഫത്ത് എന്ന് പറയുക. അപ്പോൾ മക്കം ഫത്തിന് ശേഷം ഹിജ്റ ഇല്ല എന്ന ഹദീസ് സഹീഹ് ബുഖാരിയിലെ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഫത്തുൽ ബാരിയാണ് സഹീഹ് ബുഖാരിയുടെ ആധികാരിക വിശദീകരണം. അതിൻ്റെ ഗ്രന്ഥകർത്താവ് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുള്ളയാണ്. പൂർവികരിലും ആധുനികരിലും ബിദ്അത്തുകാരിലും ഒന്നും തർക്കമില്ലാത്ത എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുള്ളയും അദ്ദേഹത്തിൻ്റെ സഹീഹ് ബുഖാരിയുടെ ആധികാരിക വിശദീകരണമായ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥവും. അതിൽ അദ്ദേഹം പറഞ്ഞു, ബാബു ലാ ഹിജ്റത്ത ബഅദൽ ഫത്ഹി ഐ ഫത്ഹു മക്ക അവിൽ മുറാദു മാ ഹുവ അഅമ്മു മിൻ സാലിക ഇശാറത്തൻ ഇലാ അന്ന ഹുക്മ ഗൈരി മക്കത്ത ഫീ സാലിക ഹുക്മുഹ. ഫത്തിന് ശേഷം പലായനമില്ല എന്ന അധ്യായം, അതായത് മക്കയുടെ ഫത്ഹ്, മക്കയെ കീഴടക്കിയത്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ കീഴടക്കം, അല്ലെങ്കിൽ കൂടുതൽ വിശാലമായതാണ് അർത്ഥമാക്കുന്നത്. അഥവാ മക്ക അല്ലാത്ത നാടുകളുടെ വിധി മക്കയുടേതിന് തുല്യമാണെന്നും സൂചിപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ മക്ക അല്ലാത്ത നാടുകളും എന്താണ്, അത് മുസ്ലിങ്ങൾ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മക്കയുടെ അതേ വിധിയാണ് വരാം. ഫലാ തജിബുൽ ഹിജ്റത്തു മിൻ ബലദി ഖദ് ഫതഹഹുൽ മുസ്ലിമൂൻ. അതുകൊണ്ട് മുസ്ലിങ്ങൾ കീഴടക്കിയ ഒരു നാട്ടിൽ നിന്ന് പലായനം, ഹിജ്റ നിർബന്ധമല്ല. അപ്പോൾ അവിടെ ഒരു മുസ്ലിം ഭരണം വന്നു, മുസ്ലിങ്ങൾ ആ ഒരു നാട് കീഴടക്കി, അല്ലെങ്കിൽ അവിടെ മുസ്ലിം ഭരണമാണ്, അവിടുന്ന് ഹിജ്റ എന്തില്ല, നിർബന്ധമല്ല. കാരണം അതൊരു മുസ്ലിം നാടാണ്. അമ്മ ഖബല ഫത്ഹിൽ ബലദി ഫമൻ ബിഹി മിനൽ മുസ്ലിമീന അഹദു സലാസത്തിൻ. എന്നാൽ ഒരു നാട് ആ മുസ്ലിങ്ങൾ കീഴടക്കിയിട്ടില്ല, അല്ലെങ്കിൽ കീഴടക്കുന്നതിന് മുമ്പ് അവിടെ എന്താണ്, അതൊരു അമുസ്ലിം പ്രദേശമായിരിക്കും. അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങൾ 3 തരക്കാരാണ്. എന്നിട്ട് ഇബ്നു ഹജറുൽ അസ്കലാനി പറയാണ്, അൽ അവ്വലു ഖാദിരിൻ അലൽ ഹിജ്റത്തി മിൻഹ. അതിലാദ്യത്തത് അവർക്ക് ഹിജ്റ ചെയ്യാൻ കഴിവുള്ളവരാണ്. ലാ യുംകിനുഹു ഇദ്ഹാറു ദീനിഹി. അവർക്ക് അവരുടെ മതം പരസ്യമായി ആചരിക്കാനോ വലാ അദാഉ വാജിബാത്തിഹി, മതപരമായ കടമകൾ നിറവേറ്റാനോ കഴിയാത്തവരാണ് അവർ. അപ്പോൾ അവർക്ക് ഹിജ്റ ചെയ്യാൻ കഴിവുള്ളവരാണ്, പക്ഷേ അവർക്ക് അവിടെ അവരുടെ മതം എന്താണ്, അവിടെ ആചരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അവരുടെ മതത്തിൻ്റെ ഉത്തരവാവകാശങ്ങൾ നിറവേറ്റാൻ പറ്റുന്നില്ല. ഫൽ ഹിജ്റത്തു മിൻഹ വാജിബത്തുൻ. അപ്പോൾ അവിടുന്ന് ഹിജ്റ ചെയ്യൽ നിർബന്ധമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് ആദ്യത്തെ ഇനം മുസ്ലിങ്ങൾ ഒരു അമുസ്ലിം നാട്ടിൽ ഉണ്ടാവുക. അസ്സാനി, രണ്ടാമത്തെ ഇനം ഖാദിറുൻ. അവർക്ക് കഴിവുണ്ട് ഹിജ്റ ചെയ്യാൻ. ലാക്കിന്നഹു യുംകിനുഹു ഇദ്ഹാറു ദീനിഹി വ അദാഉ വാജിബാത്തിഹി. എന്നാൽ അവർക്കെന്താണ്, ഇക്കൂട്ടർക്കെന്താണ്, അവർക്ക് അവരുടെ
ആചാരം മതാചാരം പരസ്യമായിട്ട് അവർക്ക് നിർവഹിക്കാൻ കഴിയും. അതിന് കഴിവുള്ളവരാണ്. അതൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കടമകളൊക്കെ നിർവഹിക്കാം. മതത്തിൻ്റെ കടമകളും അവകാശങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്നവരാണ്. അവർക്കത് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റും. വഹിയ മുസ്തഹബത്തുൻ, അപ്പോൾ അവർക്കത് മുസ്തഹബാണ്, നിർബന്ധമില്ല, പക്ഷെ അത് ശുപാർശ ചെയ്യപ്പെട്ടതാണ്. നിർബന്ധമില്ലാത്ത സുന്നത്താണ്, മുസ്തഹബത്താണ്. ലി തക്സീരൽ മുസ്ലിമീന ബിഹ. അപ്പോൾ അങ്ങനെ ഹിജ്റ ചെയ്താൽ എന്ത് സംഭവിക്കും? മുസ്ലിം നാടിൽ നിന്ന് ഈ മുസ്ലിങ്ങൾ ഹിജ്റ ചെയ്താൽ എന്ത് സംഭവിക്കും? ആ മുസ്ലിം നാട്ടിൽ ധാരാളം മുസ്ലിങ്ങളുണ്ടാവും. അവിടെ മുസ്ലിങ്ങളുടെ വർധനവുണ്ടാവും. മുആവനത്തിഹിം, അങ്ങനെ അവിടെ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. ജിഹാദിൽ കുഫാരി, അഥവാ ആ മുസ്ലിം നാടുകൾ ഈ മുസ്ലിം നാടിനെ ആക്രമിച്ചാൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയും, ജിഹാദ് ചെയ്യാൻ കഴിയും. കാരണം ഇവിടെ മുസ്ലിങ്ങൾക്ക് നല്ല ശക്തിയുണ്ട്. വൽ അംനി മിൻ ഗദരിഹിം, ആ മുസ്ലിം നാടിലെ അമുസ്ലിങ്ങളുടെ മോശമായ സ്വഭാവങ്ങൾ, അവരിൽ വിശ്വാസവഞ്ചനയൊക്കെ ചെയ്യുന്നവരുണ്ടാകാം, അവരിൽ നിന്നെന്താകും? സുരക്ഷിതമാകും. ബാറക്കല്ലാഹു ഫീക്കും. വറാഹത്തി മിൻ റുയത്തിൽ മുൻകരി, തിന്മകൾ കാണുന്നതിൽ നിന്ന്. കാരണം മുസ്ലിം നാടുകളിൽ ഒരുപാട് തിന്മ കാണേണ്ടി വരും. അതിൽ നിന്ന് എന്ത് കിട്ടും? ഒരു മുസ്ലിം നാട്ടിലേക്ക് ഹിജ്റ ചെയ്താൽ ആശ്വാസം കിട്ടും. തിന്മകൾ മുസ്ലിം നാട്ടിൽ കുറവായിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇനം മുസ്ലിങ്ങൾ മുസ്ലിം നാടിലുണ്ടാവുക. അസാലിസു, മൂന്നാമത്തെ ഇനം ആജിസുൻ, അവർക്ക് കഴിവില്ല. യൂസറു മിൻ അസ്രി, അല്ലെങ്കിൽ അവർ തടവിലാക്കപ്പെട്ടവരായിരിക്കാം. അപ്പം എന്താണ്? അവർക്ക് ഒഴികഴിവുണ്ട്. ഔ മറദിൻ, അല്ലെങ്കിൽ അവർ രോഗിയായിരിക്കാം. ഔ ഗൈരിഹി, ഇനി അതല്ലാത്ത കാരണങ്ങളും ഉണ്ടാകാം. തജൂസു ലഹുൽ ഇക്കാമത്തു, അവർക്ക് അനുവദനീയമാണ് ആ മുസ്ലിം നാടിൽ താമസിക്കാൻ. അവർ ഹിജ്റ ചെയ്യേണ്ട ആവശ്യമില്ല, പലായനം ചെയ്യേണ്ട ആവശ്യമില്ല. വൈൻ ഹമല അലാ നഫ്സിഹി വതകല്ലഫൽ ഖുറൂജ മിൻഹ അജ്റുൻ, ഇനി അവർ സ്വയം പരിശ്രമിക്കുകയും അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്താൽ അവർക്ക് ഇൻഷാ അല്ലാഹ് പ്രതിഫലം ലഭിക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് ഫത്തുൽ ബാരിയിൽ സഹീഹ് ബുഖാരിയുടെ ഷർഹിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, അത് അദ്ധ്യായം ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം ഹിജ്റയില്ല എന്ന അദ്ധ്യായത്തിലാണ്, ആ ബാബിലാണിത് കൊടുത്തത്. കിതാബുൽ ജിഹാദ് വസ്സീർ, ആ കിതാബിലുമാണ് ഇതുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി മുസ്ലിം പൈതൃക രാജ്യമുള്ളവർക്ക് അങ്ങോട്ട് പോയി, നമ്മൾ ആധുനിക കാലത്തേക്ക് വരാം. ബാറക്കല്ലാഹു ഫീക്കും. മുസ്ലിം പൈതൃക രാജ്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാം. കാരണം ഈ പടിഞ്ഞാറുള്ള മുസ്ലിങ്ങൾ അധിക പേരും മറ്റ് മുസ്ലിം നാടുകളിൽ നിന്ന് ആണ് അവിടെ വിദേശത്തേക്ക്, ആ പടിഞ്ഞാറൻ നാട്ടിലേക്ക് പോയത്. അപ്പോൾ അവർക്കെന്താണ്? അവരുടെ പൈതൃക രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈജിപ്ത്, മൊറോക്കോ, തുർക്കി, മലേഷ്യ, ഗാംബിയ, അതുപോലത്തെ രാജ്യങ്ങൾ എന്താണ്? അവിടെ നിന്നായിരിക്കും അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ വല്യപ്പയൊക്കെ എന്താണ് UK ഒക്കെ പോയത്. അപ്പോൾ അവരുടെ മക്കൾ ഇപ്പം വലുതായിട്ട് അവർക്ക് ഹിജ്റ പോകാൻ എളുപ്പമാണ്. കാരണം പാസ്പോർട്ടൊക്കെ ഉണ്ടാകാം, അവരെ നാട്ടിലേക്കാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്താണ്? അവരെ നാട്ടിലേക്ക് എന്താണ് പിന്നെ ഹിജ്റ പോയാൽ നിർബന്ധമായാൽ, അതിന് കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കഴിവുണ്ട് പക്ഷേ എന്താണ് അവർക്ക് ഹിജ്റ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, അതൊരു എന്താണ് നിർബന്ധമല്ലാത്ത സുന്നത്തായിട്ടും ഹിജ്റ പോകാൻ നമ്മൾ വായിച്ചല്ലോ. അവർക്കൊക്കെ എന്താകാം? അവരുടെ ഈ പൈതൃക നാട്ടിലേക്ക് പോകാം. കാരണം അത് എളുപ്പമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ മതം ആചരിക്കാനും മതപരമായ കടമകൾ നിറവേറ്റാനും സാധിക്കുന്നു, അൽഹംദുലില്ലാ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഹിജ്റ നിർബന്ധമല്ല. എന്നാൽ നിർബന്ധമല്ലാത്ത സുന്നത്തായ ഹിജ്റ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊരു ഒരു മുസ്ലിമിന് മതം അനുഷ്ഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഒരു നല്ല ഇസ്ലാമിക അന്തരീക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ
മക്കൾക്കൊക്കെ കുറച്ചും കൂടി നല്ല ഇസ്ലാമിക മര്യാദകളും പരിപാലനവും പരിപാലനവും ശിക്ഷണമൊക്കെ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കെന്ത് ചെയ്യാം? നിർബന്ധമില്ലെങ്കിലും ഹിജ്റ പോകാം. അവർക്ക് ഹിജ്റ ശുപാർശ ചെയ്യപ്പെടുന്നു, മുസ്തഹബാണ്. പക്ഷെ അത്തരക്കാർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാകണം, സാമ്പത്തിക തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം. അവർക്ക് ഈജിപ്തോ മൊറോക്കോ അൾജീരിയ ഗാംബിയ തുർക്കി മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ പോകാം. അപ്പോൾ ഷെയ്ഖുമാർ ഹിജ്റയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ നാടുകളെക്കുറിച്ച് പറയുന്നത്? ബാറക്കല്ലാഹു ഫീക്കും. അതേസമയത്ത് ഗൾഫ് രാജ്യങ്ങളായ സൗദി, UAE, ഖത്തർ ഈ രാജ്യങ്ങളെക്കുറിച്ചൊന്നും എന്തുകൊണ്ട് പറയുന്നില്ല? കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രായോഗികമായ ഒരു വിഷയം. 2, അതുമായി ബന്ധപ്പെട്ട ഫിഖിൻ്റെ വിഷയം. അപ്പോൾ അതിൻ്റെ പ്രായോഗികമായ വിഷയങ്ങളാണ്. ഒന്ന്, ഈജിപ്തിലേക്കും മൊറോക്കോ തുർക്കി പോലുള്ള രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമാണ്. അവിടെ വിദ്യാർത്ഥിയുടെ വിസ, താമസ സൗകര്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കും. അവിടെ സ്ഥിരതാമസത്തിന് സൗകര്യമുള്ള നാടുകളുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിസ നിയമങ്ങൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കർശനമായിരിക്കും. സ്ഥിരതാമസത്തിന് അവസരം ലഭിച്ചെന്ന് വരില്ല. കാരണം അത് ജോലി ആശ്രയിച്ചായിരിക്കും അവിടെ താമസം. അപ്പോൾ സ്ഥിരതാമസം ഇല്ലെങ്കിൽ അതിന് ഹിജ്റ എന്ന് പറയൂല. ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരതാമസത്തിന് വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് ഫിഖ് പ്രകാരം ഒരാൾക്ക് സ്ഥിരമായി താമസിച്ച് ദീൻ പാലിക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറയാം. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ അത് ഒരു താൽക്കാലിക ജോലിയാണ്. എപ്പോൾ വേണമെങ്കിലും ആ ജോലിയിൽ നിന്ന് മടങ്ങി വരേണ്ടി വരും, പറയാൻ പറ്റൂല. അപ്പോൾ സ്ഥിരതാമസം അവിടെ ഉറപ്പില്ല. മറ്റു രാജ്യങ്ങളാണെങ്കിൽ അവിടെ പഠനത്തിനും താമസത്തിനും പോകാൻ എളുപ്പമാണ്. അതേസമയത്ത് ഗൾഫ് രാജ്യങ്ങൾ അതിനർത്ഥം ഇസ്ലാമികമല്ല എന്നല്ല, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളൊന്നും ശരിയില്ല എന്നല്ല. മറിച്ച് സൗദി പോലുള്ള രാജ്യങ്ങളിൽ ശക്തമായ ഇസ്ലാമിക അന്തരീക്ഷമുണ്ട്. അവിടെ നിരവധി പണ്ഡിതന്മാരുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഷെയ്ഖുമാർ മിക്കപ്പോഴും ഗൾഫ് രാജ്യങ്ങളെ അങ്ങനെ ഹിജ്റയ്ക്ക് വേണ്ടി പറയുമ്പം പരാമർശിക്കാത്തത്. പിന്നെ കേരളത്തെ പോലുള്ള മുസ്ലിം പ്രദേശങ്ങളിൽ ഇവിടെ താമസിക്കുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം പലർക്കും പോകാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമ്മൾ ഇവിടെ തന്നെയാണ് ജനിച്ചവർ. നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പം മറ്റു മുസ്ലിം നാടുകളിലേക്ക് പോയിട്ടുണ്ടാവില്ല. പോയവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. പക്ഷെ അധികം പേരും പോവാത്തത് കൊണ്ടും അധികം പേരും ഇങ്ങനത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അധിക പേർക്ക് മുസ്ലിം പൈതൃക രാജ്യം ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തികമായി സാധ്യമില്ലാത്തത് കൊണ്ട് അവർക്ക് താങ്ങാൻ പറ്റാത്ത സാമ്പത്തിക വിഷയങ്ങൾ വരും ഹിജ്റ പോകുമ്പോൾ. അപ്പോൾ ആധുനിക കാലത്ത് ഹിജ്റ പോകുമ്പോൾ നല്ല വിദ്യാഭ്യാസ യോഗ്യത വേണം, ബിരുദം വേണം. അതില്ലാത്തവർ കച്ചവടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് മതിയായ മൂലധനമുണ്ടാകണം, സാമ്പത്തിക സുരക്ഷ ഉണ്ടാവണം. അപ്പോൾ അതിന് ചിലപ്പം ലക്ഷങ്ങളോ കോടികളോ കരുതേണ്ടി വരും. ബാറക്കല്ലാഹു ഫീക്കും. മറ്റൊന്ന്, തയ്യാറെടുപ്പും ഉണ്ടാവണം. കാര്യങ്ങൾ നേരെയാക്കാൻ ഹിജ്റ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തേക്ക് ഒരു നിശ്ചിത കാലയളവിന് അവിടെ പോയി യാത്ര ചെയ്ത് അവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തി കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ അവിടെ സ്ഥിരമായി താമസിക്കണമോ വേണ്ടിയോ എന്ന് ഹിജ്റ ചെയ്യാൻ തീരുമാനിക്കാൻ പാടുള്ളൂ. കച്ചവടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സമ്പത്തും അല്ലാത്തവർക്ക് വിദ്യാഭ്യാസ യോഗ്യത, അതേപോലെ നേരത്തെ പറഞ്ഞ തയ്യാറെടുപ്പുകൾ ഇതൊന്നുമില്ല.
ഒരു കച്ചവടക്കാരൻ പോവുകയാണ്, അവന് സമ്പത്തില്ല, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എന്താണ് തയ്യാറെടുപ്പൊന്നും എടുത്തിട്ടില്ല, അവിടെ പോയി ആ രാജ്യത്ത് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തയ്യാറെടുപ്പുകളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പലായനം ചെയ്താൽ സാമ്പത്തിക നഷ്ടം വരും, സ്ഥിരതയില്ലായ്മ വരും, കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അങ്ങനെ ഒടുവിൽ ഒരുവിധമെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഹിജ്റ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, അത് നിർബന്ധമായവർക്കോ അല്ലെങ്കിൽ അത് നിർബന്ധമല്ലാത്ത സുന്നത്തായിട്ട് പോകുന്നവരോ ശ്രദ്ധിക്കേണ്ടത്, ആ പോകുന്ന നാടുകളിൽ സ്ഥിരതാമസത്തിന് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കണം. അവിടുത്തെ മാർക്കറ്റ് കച്ചവടം മനസ്സിലാക്കണം. സാമ്പത്തിക തയ്യാറെടുപ്പോടെ ആയിരിക്കണം പോകേണ്ടത്. കുറഞ്ഞത് 6 മാസം മുതൽ 12 മാസം വരെയുള്ള ചെലവിനുള്ളത് നമ്മൾ കരുതിയിരിക്കണം. അതിന് പുറമെ അത്യാവശ്യത്തിനുള്ള സമ്പത്തും ഉണ്ടാകണം. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരാം. അപ്പോൾ ആ നാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങൾ നമ്മളൊന്ന് പഠിച്ച് വെക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഒറ്റപ്പെട്ട ഉമ്മമാർ, വൃദ്ധർ, ദുർബലർ, ഇവർക്കൊന്നും ഹിജ്റ പോകാൻ സാധിക്കില്ല. അതേപോലെ പ്രബോധനം ചെയ്യുന്നവരും പഠിപ്പിക്കുന്നവരും, പ്രബോധനം ചെയ്യാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടാവണം. അവർ ഇവിടെ തന്നെ ഉണ്ടാകേണ്ടി വരും. കാരണം പ്രബോധകന്മാർ ആവശ്യമാണ്. പ്രബോധകന്മാർ അള്ളാഹുവിൻ്റെ പാതയിൽ ജിഹാദ് ചെയ്യുന്നവരാണ്. ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിൽ നിന്ന് അവരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നവരാണ്. അവർ ചിലപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഇവിടെ നിൽക്കാൻ. എന്നാൽ അവർ ആളുകളെ അള്ളാഹുവിലേക്ക് വിളിക്കുകയും അവനെ മാത്രം ആരാധിക്കാൻ അവരെ നയിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഇവിടെ നിൽക്കേണ്ടി വരുന്നത്. അതിനാൽ അവർ ആ ഉദ്ദേശത്തിനായി അവർ ഇവിടെ താമസിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഒരു മുസ്ലിം നാട്ടിൽ നിന്ന് അമുസ്ലിം നാട്ടിലേക്ക് സ്ഥിരതാമസത്തിന് പോകുന്നത് പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ ഒരു മുസ്ലിം നാടിൽ നിന്ന് ഒരു അമുസ്ലിം നാട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ അമുസ്ലിം നാടിൽ നിന്ന് ഒരു അമുസ്ലിം നാട്ടിലേക്ക് എന്തിനൊക്കെ പോകാം. ഇപ്പോൾ ഇവിടെ ഇല്ല, ആ മുസ്ലിം നാടിലോ കേരളത്തിലോ ഇല്ലാത്തൊരു വിദ്യാഭ്യാസം, അതിന് പോകാം. അല്ലെങ്കിൽ ചികിത്സ, വിദേശത്താണ് ഏറ്റവും നല്ല ചികിത്സ ഉള്ളത്, അങ്ങനത്തെ ഒരു രോഗമാണ്, ഇവിടെ അതിനുള്ള നൈപുണ്യമുള്ള ഡോക്ടർമാരില്ല, അല്ലെങ്കിൽ നമ്മളെ കുടുംബം അവിടെ ഉണ്ട്, അങ്ങനെയും പോകാം. അല്ലെങ്കിൽ പ്രബോധന ആവശ്യത്തിനും നമുക്ക്, ഇപ്പോൾ മതവിദ്യാർത്ഥികളോ പണ്ഡിതന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെന്താണ് പ്രബോധന ആവശ്യത്തിനും ആ മുസ്ലിം നാടുകളിലേക്ക് പോകാം. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്നോ മുസ്ലിം നാട്ടിൽ നിന്നോ വിനോദയാത്രക്ക് പോകാൻ പണ്ഡിതന്മാർ അനുവദിക്കുന്നില്ല. സ്ഥലം കാണാനൊന്നും പോകാൻ അനുവദിക്കുന്നില്ല. കാരണം അവിടെ എന്താണ് പല പല ഫിത്നകളുണ്ടാകാം, പല പല തിന്മകൾ നമ്മൾ ചിലപ്പം എത്തിപ്പെടാം. നമ്മളെ കൂടെ നമ്മളെ മക്കളുമുണ്ടെങ്കിൽ അവരും ആ തിന്മകളിലേക്ക് പോകുന്ന സാഹചര്യം വരാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ആ തിന്മകളിൽ നമ്മൾ പെട്ടുപോകുന്നത് ഭയം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. വിനോദയാത്രക്ക് എന്താണ് അത് പോകണ്ട. വിനോദയാത്രക്ക് എന്താണ് മുസ്ലിം നാടുകളിലേക്ക് പോകുന്നതാണ് ഹൈറ്. എന്നാൽ നമ്മുടെ ആ മുസ്ലിം നാട്ടിൽ നിന്ന് നമുക്ക് എന്താക്കാം, വിനോദയാത്രക്ക് പോകാം. കാരണം നമുക്കറിയാം നമ്മുടെ സ്ഥലങ്ങൾ ഏതാണ്. നമ്മളങ്ങനെ പെട്ടെന്ന് പോയി ഒരു തിന്മ അല്ലെങ്കിൽ ഫിത്നയിലേക്ക് പോയി പെടാൻ സാധ്യത കുറവാണ്. കാരണം നമുക്ക് നമ്മുടെ നാടും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനായിക്കോട്ടെ നമുക്ക് പരിചയമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. എവിടെയൊക്കെയാണ് നല്ല പ്രദേശങ്ങൾ, ഫിത്നയില്ലാത്ത, തിന്മയിൽ അകപ്പെടാത്ത പ്രദേശങ്ങൾ ഏതാണെന്ന് നമുക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ തിന്മകളിലേക്ക് പെട്ടുപോകാൻ സാധ്യത കുറവായതുകൊണ്ട് നമ്മളെ മുസ്ലിം നാട്ടിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് നമുക്ക് എന്താക്കാം, വിനോദയാത്രക്കൊക്കെ പോകാം. ബാറക്കല്ലാഹു ഫീക്കും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, അമുസ്ലിം നാടുകളിൽ സ്ഥിരതാമസത്തിന് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ അപ്പോൾ പൗരത്വം എടുക്കും.
അങ്ങനെ പൗരത്വം എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിലെ ഭരണാധികാരിക്ക് മുമ്പിൽ പ്രതിജ്ഞ ചെയ്യേണ്ടി വരും. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ പ്രതിജ്ഞയിൽ ഇസ്ലാമിനെതിരായ കാര്യങ്ങൾ ഉണ്ടാകാമെന്ന്, മറ്റു പല വിഷയങ്ങളും ഇസ്ലാമിനെതിരായ വിഷയങ്ങൾ ഈ പ്രതിജ്ഞ ചെയ്ത് അവിടെ ജീവിക്കുന്നതിലൂടെ വരുമെന്ന് ഷെയ്ഖ് റബി റഹിമഹുല്ല പോലത്തെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.